ഇന്ത്യയുടെ വാണിജ്യകാര്യ മന്ത്രി പീയൂഷ് ഗോയൽ അദ്ദേഹം അടുത്ത മാസം തന്നെ അമേരിക്കയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒന്നെങ്കിൽ നവംബറിലോ അല്ലെങ്കിൽ ഡിസംബറിലോ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ളൊരു വ്യാപാര കരാർ ഉണ്ടാകുമെന്നാണ് സെർജിയോ ഗോർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പീയൂഷ് ഗോയലും സമാനമായ ഒരു പ്രതികരണം നേരത്തെ നടത്തിയിരുന്നു. അമേരിക്കയുമായിട്ട് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്, ആ വാതിൽ അടഞ്ഞിട്ടില്ല എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. പക്ഷേ ഇന്ത്യക്ക് ഇപ്പോൾ വിലങ്ങുതടിയായിട്ടിരിക്കുന്നത് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഈ ഏതൊക്കെ നയങ്ങൾ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് ഉപദേശം കൊടുക്കുന്ന ഉപദേശികളുടെ കുത്തിത്തിരിപ്പാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വിലങ്ങുതടിയായിട്ടുള്ളത്. അതൊന്ന് ഈ അമേരിക്കയുടെ കാര്യം. അപ്പോൾ അതിലൊന്ന് ഈ വാണിജ്യപരമായ കാര്യങ്ങളിൽ ട്രംപിനെ ഉപദേശിക്കുന്ന പീറ്റർ നാവറോ. 2 അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഈ പീറ്റർ നാവറയെക്കുറിച്ച് നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട്. ഈ സ്കോട്ട് ബെസന്റ് പറഞ്ഞതാണ് ഇനി ഇപ്പോൾ പ്രസക്തമായിട്ടുള്ളത്. ഈ സ്കോട്ട് ബെസന്റ് ഇന്ത്യക്ക് 3 ഓപ്ഷനാണ്, നമ്മുടെ ഈ കോടീശ്വരൻ പരിപാടിയിൽ ഓപ്ഷൻ തരുമല്ലോ എന്ന് പറയുന്ന പോലെ 3 ഓപ്ഷൻ, അത് 3ഉം ഇന്ത്യ നടപ്പിലാക്കണം പോലും. അത് അദ്ദേഹം പറഞ്ഞത്, ഒന്നാമത്തത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പൂർണ്ണമായും നിർത്തണം, ആ രീതിയിൽ വാങ്ങുന്നത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല. രണ്ടാമത് പറഞ്ഞത് ഇന്ത്യൻ വിപണി അമേരിക്കയ്ക്ക് തുറന്നു നൽകണം. 3 ബ്രിക്സ് കൂട്ടായ്മയിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങണം. ഇത് 3ഉമാണ് ഈ സ്കോട്ട് ബെസന്റ് ഇന്ത്യക്ക് എതിരെയുള്ള അല്ലെങ്കിൽ ഇന്ത്യ സ്വീകരിക്കേണ്ട നടപടികളായിട്ട് പറഞ്ഞു. അല്ലാത്ത പക്ഷം കടുത്ത നടപടികൾ ഇന്ത്യക്കെതിരെ ഉണ്ടാകും, കടുത്ത പ്രത്യാഘാതം ഇന്ത്യക്ക് നേരിടേണ്ടി വരും. ഇന്ത്യക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ അമേരിക്കയുടെ കാൽക്കൽ വീഴേണ്ടി വരും. ഒരു ചർച്ചാവേദിയിലേക്ക് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് സ്കോട്ട് ബെസന്റ് ഒരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞത്.